ഹലോ ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിസയിലും അനുമോളും തമ്മിൽ അടിയുണ്ടാവുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സംഭവത്തിലേക്ക് വരാം. പെട്ടെന്ന് എല്ലാവരും കൂടെ ബിഗ് ബോസ് ലിവിങ് റൂമിലേക്ക് വന്നിട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് എല്ലാവരോടും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഗിസേലിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ബിഗ് ബോസ് തന്ന വസ്ത്രമല്ലല്ലോ ധരിച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അതിന് മുന്നേ തന്നെ അതിൽ ഹൗസിലുള്ള എല്ലാവരും പറയുന്നുണ്ട്, ഇവളുടെ ഓൺ ഡ്രസ്സാണല്ലോ, ഗിസേലിൻ്റെ ഓൺ ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത്, ബിഗ് ബോസ് തന്ന ഡ്രസ്സല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ആൾക്കാരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ എന്തായാലും പറയുന്നൊക്കെ അനുമോൾ അന്നേ ആ സമയത്ത് ഇങ്ങനെ ഇന്ന് എന്തായാലും ചോദിക്കും പറയുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ബിഗ് ബോസ് എല്ലാവരും വിളിച്ച് വരുത്തിയിട്ട് ഈ കാര്യം ചോദിക്കുന്നത്. അപ്പോൾ ഗിസേൽ പറയുന്നുണ്ട്, ഗിസേലിൻ്റെ ഡ്രസ്സ് കീറിപ്പോയി, അതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഡ്രസ്സ് ഒന്ന് തന്നത് രണ്ടെണ്ണം തന്നല്ലോ, ഒന്ന് കഴുകിയിട്ടിട്ടുള്ളത് ഉണങ്ങിയിട്ടില്ല, ഒന്ന് ഇന്ന് ഇടാൻ നോക്കുമ്പോൾ കീറിപ്പോയി. അടിയിലത്തെ പാൻറ് ഇട്ടിട്ടുണ്ട്, മേലത്തെ ടോപ്പ് ഇടാൻ നോക്കുമ്പോൾ കീറിപ്പോയി പറയുന്നുണ്ട്. അതിന് വേറെ ഡ്രസ്സ് തരണം. പിന്നെ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ അടുത്ത് ഉള്ളൊരു ഡ്രസ്സ് ഇട്ടേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു ബിഗ് ബോസ്. ഗിസേലിനോട് ചോദിച്ചു, ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എവിടെ നിന്നാണ് കിട്ടിയെന്ന്. അപ്പോൾ ഗിസേൽ പറയുന്നുണ്ടായിരുന്നു, അത് എന്താ പറയുക, ഫസ്റ്റ് ആദ്യം തന്നെ എനിക്കൊരു ലോഞ്ചിങ് ടൈമിൽ ഒരു ബോഡി സ്യൂട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ടേന്ന് പറയുന്നുണ്ടായിരുന്നു. 4 തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് നിന്ന് ഒന്നാണ് ഇതെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അപ്പോൾ തന്നെ അവിടെ എല്ലാവർക്കും ബിഗ് ബോസ് അവിടെ ഒരു തീയിട്ട് കൊടുത്തു. പിന്നെ അവിടെ ഫുൾ ചർച്ചയും വിഷയങ്ങളും, ഇത് തിരിച്ചു കൊടുത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നർ പോലത്തെ ഒരു സംഭവമാണ് അവൾ ഇട്ടിട്ടുള്ളത്, അതിൻ്റെ മേലെയാണ് വിങ്സ് ഇട്ടിട്ടുള്ളത്, ബിഗ് ബോസിൻ്റെ മറ്റേ സംഭവം ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനെല്ലാവരും ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, നമ്മളതൊന്നും ഉണങ്ങിയിട്ടില്ല, നമ്മളും കഴുകിയിട്ടിട്ട് ഉണങ്ങാത്തത് തന്നെയാണ് നമ്മളും ഇട്ടിട്ടുള്ളത്, അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഓരോരുത്തർ പറയുന്നു ഉണങ്ങാത്തത് ഇടുന്നു, ഓരോരുത്തർ പറയുന്നു 2 ദിവസമായി ഒരേ ഡ്രസ്സ് തന്നെ ഇടുന്നു. നമ്മളെല്ലാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മുടെ കയ്യിലുള്ള വേറെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല, ബിഗ് ബോസ് തരാത്തതൊന്നും നമ്മൾ ഇട്ടിട്ടില്ല എന്ന് പറയണം. അങ്ങനെയല്ലേ വേണ്ടത്. ശരിക്കും ഗിസേൽ റൂൾസ് കുറേ തെറ്റിക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെത്. ഈ ആഴ്ചയിൽ അത് മിക്കവാറും ലാലേട്ടൻ നോട്ട് ചെയ്ത് പറയാൻ ചാൻസ് ഉണ്ട്. ഗിസേലിനൊരു പണി ചിലപ്പം കിട്ടാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കുറേ റൂൾസ് മേക്കപ്പിൻ്റെ കാര്യത്തിലായാലും ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും കുറേ റൂൾസ് ഗിസേൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇങ്ങനെ സ്വന്തം തന്നെ കീറിയതാണെന്നുള്ള രീതിയിലൊരു ചർച്ച അവിടെ വന്നു. അനുമോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു, സ്വന്തം ഗിസേൽ തന്നെ കീറിയതാണോ ഡ്രസ്സ് എന്നുള്ളത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഗിസേലിനൊരു ദേഷ്യം വന്നു. ഇത് ഞാൻ തന്നെ കീറുമോ, ഇത് സ്വന്തം തന്നെ കീറിയതാണ് എന്തിനാ പറയുന്നത്, എനിക്ക് കുശുമായിട്ടല്ലേ നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ തന്നെ എങ്ങനെ കീറാനാണ്, നിങ്ങളത് രണ്ട് മെറ്റീരിയലും വ്യത്യാസമാണ്, നിങ്ങളെ മെറ്റീരിയൽ പോലത്തെ അല്ല ഈ മെറ്റീരിയൽ നോക്കുക, ഈ പാൻറ്റും കീറാനായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗിസേൽ ഇങ്ങനെ പറയും. പിന്നെ ഗിസേൽ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഗിസേൽ പറയുന്നുണ്ട്, കുറച്ച് വെയിറ്റും ഹൈറ്റും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് കീറും. ഞാനും അക്ബറിൻ്റെയും കീറിയല്ലോ, അക്ബറിൻ്റെ പിന്നെയും തുണി കൊടുത്തല്ലോ, കുറച്ച് നമ്മളെപ്പോലെ ഹൈറ്റൊക്കെ കൂടുതലുള്ളവർക്ക്, ബോഡിയൊക്കെ നല്ലോണം ഉള്ളവർക്ക് പെട്ടെന്ന് ഡ്രസ്സ് കീറും, അതുള്ളതാണ്, അല്ല നിനക്കൊന്നും കുഴപ്പമില്ല, നിനക്ക് ഹൈറ്റ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഗിസേൽ പറയും. അപ്പോൾ ഹൈറ്റ് കുറവെന്ന് കേട്ടപ്പോൾ തന്നെ അനുമോൾക്ക് എന്താ പറയുക, ആകെ ഡൗൺ ആയി. ഹൈറ്റ് കുറവെന്ന് പിന്നെ അതിൽ പിടിച്ചിട്ടാണ്, ഇനി എന്തിനാ അങ്ങനെ പറയുന്നത്, ഹൈറ്റ് കുറവെന്ന് പറയുന്നത് എനിക്കത് ഇഷ്ടമല്ല, എന്തിനാ ഹൈറ്റ് കുറവ്, ഡ്രസ്സിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, ഈ ഹൈറ്റ് കുറവിൻ്റെ കാര്യത്തിൽ ഗിസേൽ അങ്ങനെ അവളെ കളിയാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു വെയിറ്റും ഹൈറ്റും ഉള്ള ഒരു ബോഡിക്ക് ഡ്രസ്സ് കീറുമെന്ന രീതിയിലാണ് ഗിസേൽ പറഞ്ഞത്. പിന്നെ അതിൻ്റെ പേരിൽ അനുമോൾക്ക് സങ്കടമായി, വഴക്കായി, അപ്പുറത്ത് പോയി കരയലായി, എല്ലാവരും കൂടെ ആശ്വസിപ്പിക്കലായി, ഇത് ഇത്ര സീരിയസ് ആയി എടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കലായി. എന്നിട്ട് അതവിടെ തീർന്നു. ആ ഒരു പ്രശ്നം, നമ്മൾ ശരിയായ പ്രശ്നം അതല്ലല്ലോ. അപ്പോൾ ബിഗ് ബോസ് എങ്ങനെ ചോദിക്കും, എന്നിട്ട് ബിഗ് ബോസ് എന്താ പറയുക, കൊടുക്കാത്ത ഡ്രസ്സ് ഇടണ്ട, അതായത് ബാക്കി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ച് ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, മറ്റേ ഡ്രസ്സൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ബിന്നി അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അത് ഇന്നറിട്ട് നടക്കാമെങ്കിൽ ആ കീറിയത് എന്ത് അഡ്ജസ്റ്റ് ചെയ്ത് നടന്നുകൂടാ, എൻ്റെ ഡ്രസ്സൊക്കെ കീറിയിട്ട് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുവാണ് എന്നൊക്കെ പറയുന്നുണ്ട് ബിന്നി. അപ്പോൾ ഇന്നറിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആ ഡ്രസ്സ് ഇട്ടാൽ പോരെ, ഇന്നറിട്ട് നടക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് കീറിയത് ഇട്ടുകൂടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഗിസേലും പറയുന്നുണ്ട്, ഇതിട്ട് നടക്കാൻ നിങ്ങൾക്ക് ഗഡ്സുണ്ടെങ്കിൽ നിങ്ങളിട്ട് നടന്നോ എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഗിസേലിൻ്റെ കയ്യിൽ മേക്കപ്പ് ഐറ്റംസ് വേറെ ഉണ്ടോ എന്നുള്ളതും വീട്ടുകാർക്കൊക്കെ സംശയമുണ്ട്. പക്ഷെ അതിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലൈവ് അപ്ഡേഷൻ. തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഡ്രസ്സൊക്കെ. ഇതാണ് ഈ ഒരു അടീൻ്റെ ഒരു അപ്ഡേഷൻ. ഇനി അടുത്ത ലൈവ് അപ്ഡേഷനായിട്ട് വരുന്നത് വരെ ബൈ.